സക്കാത്ത് എന്നത് കേവലം ഒരു ചടങ്ങല്ല. നേരത്തെ സ്വാഗതത്തിൽ സൂചിപ്പിച്ചതുപോലെ ഏതാനും പണക്കാരുടെ പാവപ്പെട്ടവരിലേക്ക് നീട്ടുന്ന ഒരു ഔദാര്യത്തിൻ്റെ കൈനീട്ടമല്ല, മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അടിയാറുകൾക്ക് വേണ്ടി ഈ ഭൂമിയിൽ നൽകിയ സമ്പത്തിൻ്റെ പാവപ്പെട്ടവരുടെ നിർബന്ധമായ അവകാശമാണത്. വഅൻഫിഖൂ മിമ്മാ റസഖ്നാകും, ഒരായത്തിൽ അല്ലാഹു തആല പറയുന്ന അങ്ങനെ. മറ്റൊരായത്തിൽ പറയും വഅൻഫിഖൂ മിമ്മാ ജഅലനാകും മുസ്തഖ്ലഫീന ഫീഹി, നിങ്ങളെ ഞാൻ കേവലം പ്രതിനിധികളാക്കിയിട്ടുള്ളൂ, നിങ്ങൾ കൈകാര്യക്കാർ മാത്രമാണ്. ഞാൻ നിങ്ങൾക്ക് തന്നതാണ് സമ്പത്ത്. എൻ്റെ സമ്പത്ത് കൈകാര്യം ചെയ്യാനുള്ള കൈകാര്യാധികാരം തന്ന് ഏൽപ്പിച്ച സ്വത്തിൽ നിന്ന് ഞാൻ കൽപ്പിക്കുന്ന നിശ്ചിത വിഹിതം പാവപ്പെട്ട എൻ്റെ അടിമകൾക്ക് നിങ്ങൾ നൽകിക്കൊള്ളണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമ്പോൾ, ഒരു കമ്പനിയുടെ മുതലാളി ആ കമ്പനിയുള്ള ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാൻ വേണ്ടി മാനേജറെ ഏൽപ്പിക്കുന്നത് പോലെയാണ് ധനാഢ്യരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ധനം ഏൽപ്പിക്കുന്നത്. അഥവാ ഒരു കമ്പനിയിലെ ശമ്പളം പറ്റുന്ന ഉദ്യോഗസ്ഥന്മാരിൽ വലിയ ശമ്പളം എന്തായാലും മാനേജർക്ക് തന്നെ ആയിരിക്കും. അതിൻ്റെ ജനറൽ മാനേജർക്കാണ് ഏറ്റവും കൂടുതൽ ശമ്പളം ഉണ്ടാകുക. എന്നാൽ കൊടുക്കുന്ന കാശൊക്കെ യജമാനൻ അല്ലെങ്കിൽ മുതലാളിയാണ് കൊടുക്കുന്നത് മാനേജറുടെ കൈവശമാണ് താനും എന്ന് വെച്ച് മുതലാളിക്ക് ജോലി ചെയ്യുന്നു ഞാനും മറ്റുള്ളവരും, എനിക്ക് തന്നത് എനിക്കാണ്, ബാക്കിയുള്ളവർക്ക് വേണമെങ്കിൽ മുതലാളി വേറെ കൊടുത്തോട്ടെ എന്നൊരു മാനേജർ തീരുമാനിച്ചാൽ പിറ്റേന്ന് അയാൾ അവിടെ മാനേജർ അല്ല, മറിച്ച് അയാളുടെ നിശ്ചിത വിഹിതം അയാൾക്ക് മാറ്റിവെക്കാം. കഴിച്ച് അവൻ്റെ കീഴിൽ ജോലി ചെയ്യുന്ന ആ കമ്പനിയുള്ള ജീവനക്കാർക്ക് നിശ്ചയിക്കപ്പെട്ട നിശ്ചിത വിഹിതം ആ സംഖ്യയിൽ നിന്നിട്ട് കൊടുക്കേണ്ട നിർബന്ധമായ ബാധ്യത ഈ മാനേജർക്കുണ്ട്. അത് കൊടുത്തു വീട്ടിയെങ്കിൽ മാത്രമേ മാനേജർ സ്ഥാനത്ത് തുടരാനും ഈ ശമ്പളം പറ്റാനും അയാൾക്ക് യോഗ്യതയുള്ളൂ. ഇതേ സ്ഥാനത്താണ് അല്ലാഹു തആല പറയുന്നത് ഇമ്മാ ജഅലകും മുസ്തഖ്ലഫീന ഫീ, നിങ്ങൾക്ക് ഉടമയാക്കി തന്നിട്ടൊന്നുമില്ല. അല്ലാഹു തആല നിങ്ങളെ കേവലം കൈകാര്യകർത്താക്കളായി പ്രതിനിധികളാക്കി വെച്ചതാണ്. ഇന്നതുപോലെ കൈകാര്യം ചെയ്യണം, ഇന്നതൊക്കെ ചെയ്യണം, ഇന്നിന്ന ആളുകൾക്കൊക്കെ ഇത്ര വിഹിതം നൽകണമെന്ന് ഞാൻ പറയുമ്പോൾ ഞാൻ തന്ന സ്വത്താണത്. വഅൻഫിഖൂ മിമ്മാ റസഖ്നാകും, നാം നിങ്ങൾക്ക് നൽകിയതാണ്, അതിൽ നിന്ന് ഞാൻ പറയുന്ന മാർഗത്തിൽ ചെലവഴിക്കണം എന്ന് ഉടമക്കാരനാവുന്ന യജമാനൻ ആജ്ഞാപിക്കുമ്പോൾ ആജ്ഞാനുസാരം പ്രവർത്തിക്കുന്നവന് മാത്രമേ ഇവിടെ സ്വത്ത് കൈകാര്യം ചെയ്യാൻ അവകാശവും അധികാരവും ഉള്ളൂ. അപ്പൊ തൻ്റെ ഡ്യൂട്ടി നിർവഹിക്കുകയാണ് യഥാർത്ഥത്തിൽ മുതലാളി ചെയ്യുന്നത്. മുതലാളി അയാളുടെ ഔദാര്യം ചെയ്യല്ല, അയാളുടെ കയ്യിൽ നിന്നിട്ട് ഒന്നും അല്ലാഹു തആല ആവശ്യപ്പെടുന്നില്ല. ഒരു മുതലാളിയോടും അദ്ദേഹത്തിൻ്റെതായി ഒന്നും കൊടുക്കണമെന്ന് അല്ലാഹു തആല പറയുന്നില്ല, മറിച്ച് ഈ ലോകത്തേക്ക് രണ്ട് കൈകളും അടച്ചു പിടിച്ചുകൊണ്ട് ജനിച്ചു വരുമ്പോൾ ഒന്നുമില്ലാതെ വെറും കൈയായിരുന്നു ഈ ലോകത്തേക്ക്. ഇനി ഇവിടെ നിന്ന് പോകുമ്പോഴോ രണ്ട് കൈയും തുറന്നു പിടിച്ചുകൊണ്ട് അലാ ഫൻദുറൂനി ഖദ് ഖറജ്തു ബിലാ ശൈഇ, നോക്കൂ ഞാനിതാ പോകുന്നു. ഇന്നലെ മിനിയാന്ന് ഇപ്പം നേരത്തെ നമ്മൾ മയ്യിത്ത് നിസ്കരിച്ചു. നമ്മളെപ്പോലെ സുന്നത്ത് ജമാഅത്തിന് വേണ്ടി സജീവമായി പ്രവർത്തിക്കുന്ന കേവലം 35 വയസ്സ് കഴിഞ്ഞ ഒരു ചെറുപ്പക്കാരൻ മദീനയിൽ മിനിയാന്ന് വൈകുന്നേരം നോമ്പ് തുറക്കാൻ സമയത്ത്, നോമ്പ് തുറന്നോ ഇല്ലേ എന്നറിയാം, നോമ്പ് തുറക്കാൻ സമയത്ത് പെട്ടെന്ന് ആ യുവാവ് മരണപ്പെട്ടു. അല്ലാഹു തആല മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാകട്ടെ. നല്ലൊരു ദീനീ പ്രവർത്തകനും സുന്നത്ത് ജമാഅത്തിൻ്റെ സജീവ പ്രവർത്തകരുമായിരുന്നു. ഇന്നലെ അദ്ദേഹത്തെ മറമാടപ്പെട്ടു. കേവലം 35 വയസ്സുകാരനായ ഒരു ചെറുപ്പക്കാരൻ. ആർക്കാണ് എന്താണ് പറയാൻ കഴിയുക? എല്ലാം കഴിഞ്ഞില്ലേ? ഈ ശ്വാസം നിന്നു കഴിഞ്ഞാൽ വേണ്ട. പ്രിയപ്പെട്ടവരെ, നാം ചിന്തിക്കുകയാണെങ്കിൽ ഒരു മുഅ്മിനായ മനുഷ്യൻ എപ്പോഴും പാഠം ഉൾക്കൊണ്ടത്, രോഗിയായി ഒരു രോഗശയ്യയിൽ കിടന്നു കഴിഞ്ഞാൽ അവൻ അധ്വാനിച്ചുണ്ടാക്കി അവൻ്റേതെന്ന് അവൻ അഭിമാനിച്ച് നടന്ന സ്വത്തിൻ്റെ 2/3 ഭാഗത്തിൻ്റെ അവകാശം സസ്പെൻഡ് ചെയ്യപ്പെടുന്നു. കേവലം അവന് സ്വതന്ത്രമായി ക്രയവിക്രയം ചെയ്യാൻ 1/3 മാത്രം അധികാരം പരിമിതപ്പെടുത്തപ്പെടുന്നു. മരിക്കുന്നതിന് മുമ്പ് രോഗിയായി കിടന്നാൽ തന്നെ രോഗശയ്യയിൽ ചെയ്യുന്ന ഏതൊരു സൗജന്യവും
ആകെ സ്വത്തിന്റെ 1/3 താഴെ വരണം, 1/1 ഉൾപ്പെടാം. 1/1 ഒരു കാശ് വേറെ ഇവൻ ക്രയോക്രയം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പിന്നീട് അവകാശികൾ പരിശോധിക്കണം എന്നാണ് നമ്മുടെ അധികാരപ്പ പറയുന്നത്. നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയ ഒന്നുമില്ല, കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ഹക്കും ബാത്തിലും നോക്കാതെ ഹൈറും ഷറും നോക്കാതെ കുറേ വാരിക്കൂട്ടി സമ്പാദിച്ചു. നല്ലൊരു രോഗം വന്നു, രോഗശയ്യയിൽ കിടന്നു. ഈ കിടക്കുന്ന സമയത്ത് നല്ല കാലത്തൊന്നും ഒന്നും ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. കിടക്കുന്ന കിടപ്പിൽ അവൻ ചിന്തിച്ചു, ഇനി ഞാൻ ഏതായാലും രക്ഷപ്പെടൂല, എനിക്ക് പോവാനായി, അതുകൊണ്ട് ഇനി ഈ കമ്പത്തിന്റെ കൂമ്പാരം ഇവിടെ കിടക്കുന്നു, ഇതൊക്കെ കൊണ്ടുപോകാൻ ഏതായാലും കഴിയില്ല, ഏതായാലും ആഖിറത്തിൽ കുറെ കിട്ടട്ടെ എന്ന് കരുതി 1 കോടി പള്ളിക്ക് പറഞ്ഞു, ഒരു 2 കോടി യത്തീംഖാനക്ക് പറഞ്ഞു, 3 കോടി ദർസിന് പറഞ്ഞു. ഇങ്ങനെ യസീങ്ങൾക്കും മിസ്കീന്മാർക്കും കുറെ കോടികൾ പറഞ്ഞു. ദിവസങ്ങൾക്ക് ശേഷം അയാൾ മരണപ്പെട്ടു. എന്നാൽ ഈ പറഞ്ഞ സദഖയായിട്ട് പറഞ്ഞ യത്തീം മക്കൾക്ക് പറഞ്ഞാലും വേണ്ടിയില്ല, പള്ളിക്കായാലും വേണ്ടിയില്ല, ദർസിനായാലും വേണ്ടിയില്ല, മറ്റേത് ഖൈറിനായാലും വേണ്ടിയില്ല, ഇതാകെ കണക്ക് നോക്കും, ആകെ എത്ര സംഖ്യ. എന്നിട്ട് ഇയാളുടെ മൊത്തം സ്വത്ത് ടോട്ടൽ ചെയ്യും. ടോട്ടൽ ചെയ്ത സ്വത്തിന്റെ 1/3 ഭാഗത്തിൽ ഉൾക്കൊള്ളുന്നത് മാത്രമേ ഇവൻ നേരത്തെ പറഞ്ഞ സൗജന്യം പാസ്സാവുകയുള്ളൂ. ബാക്കി 3/2 അവകാശം അപ്പോൾ തന്നെ പോയി. വേണ്ട, ശ്വാസം അവസാനത്ത് നിലച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ അവകാശം എന്താ? വീട്ടിൽ കത്തിക്കൊണ്ടിരിക്കുന്ന വിളക്ക് ഒരു തല തിരിഞ്ഞ മകൻ പറയാണ്, ആ വിളക്ക് ഇനിയിപ്പോൾ കത്തിക്കാൻ പറ്റൂല, എടുത്തിടുക. കാരണം എന്തുകൊണ്ട്? അവന്റെ അവകാശം കഴിഞ്ഞു. അവന്റെ ശ്വാസം പോയതോടുകൂടി വീട്ടിൽ വിളക്ക് കത്തിക്കണോ കത്തിക്കണ്ടേ എന്ന് തീരുമാനിക്കാനുള്ള അവകാശം മറ്റുള്ളവരുടെ കയ്യിൽ വന്നു. നിന്റെ മയ്യത്തിന്റെ അടുത്ത് ഒരു വിളക്ക് കത്തിക്കണമെങ്കിൽ മറ്റൊരുത്തന്റെ അനുവാദം വേണം. നീ സമ്പാദിച്ചുണ്ടാക്കിയ കോടികളുടെ സമ്പത്ത് ഇവിടെ ഉണ്ട്, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, ആരാന്റെ മുതലായിപ്പോയി. ഇതാ നമ്മുടെ അവകാശം. ഒന്നുമില്ലാതെ വന്നു, ഒന്നുമില്ലാതെ പോന്നു. അതിൻ്റെ ഇടക്ക് ഒരുപാട് അല്ലാഹു തആല നമുക്ക് തന്നു. എന്തിനാണ്? അല്ലാഹു സുബ്ഹാനഹു ഓഫായതാണ് അല്ലേ? അതെ, സാരില്ല. താഴത്തെ റൂമിൽ ആരെങ്കിലും എസ് ഇട്ടണോന്നൊന്ന് നോക്കിക്കാളി. അഞ്ചിൻ്റെ ഞാൻ ശരിയായിക്കോളൂ. ആ, അതിപ്പോൾ കുറവാ, മറ്റേ മുമ്പ് കൂടെ ഉണ്ടാവാറുണ്ട്. അത് ചിലപ്പോൾ റൂമിലെവിടെയെങ്കിലും ഒക്കെ എസിട്ട് കാണണം. ഇവിടെ ഉള്ളവർ പോയില്ലേ? ഇവിടെ അല്ല, താഴത്തോ പോകണം. ആ, ഒന്നുമില്ലാതെ വന്ന് ഒരുപാട് ഹക്കും ബാത്തിലും നോക്കാതെ ഹൈറും ഷറും നോക്കാതെ വിശ്രമം പോലും എടുക്കാതെ സമ്പാദിച്ചുണ്ടാക്കിയ സ്വത്ത്, അതിൻ്റെ ഹിസാബ് മുഴുവനും നമ്മൾ അല്ലാഹുവിൻ്റെ അടുക്കൽ പറയണം. പക്ഷേ ഹക്കായ ഹലാലായ മാർഗത്തിലൂടെ മാത്രം സമ്പാദിച്ചു, ഹൈറായ മാർഗത്തിൽ പരമാവധി ചെലവഴിച്ച് ബാക്കി ഇവിടെ കുറേ സ്വത്തിട്ട് പോകുന്നതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല. ഹലാലിൽ നിന്ന് മാത്രം സമ്പാദിച്ചു, അതിൻ്റെ നിർബന്ധമായ കടമകൾ മുഴുവനും ജീവിതകാലത്ത് പാലിച്ചു, എന്നിട്ട് തൻ്റെ അനന്തരാവകാശികൾക്ക് വലിയൊരു ഭീമമായ സമ്പത്ത് ഇവിടെ ഇട്ടേച്ച് പോയാൽ അത് യാതൊരു നഷ്ടവും നമുക്ക് വരാനില്ല.
അങ്ങനെ വന്നാൽ ആ അനന്തരാവകാശികൾ വീതിച്ചെടുക്കുന്ന സ്വത്തിനും നമുക്ക് നാളെ ആഖിറത്തിൽ പ്രതിഫലം കിട്ടും. പക്ഷെ അതിന് 2 നിബന്ധന പാലിക്കണം. ഒന്നാമത്, ഈ സമ്പാദിച്ച സ്വത്ത് ഹലാലായ മാർഗത്തിലാണ് എന്ന് ഉറപ്പുവരുത്തിയിരിക്കണം. ഹറാമായ മാർഗത്തിൽ, ഹക്കില്ലാത്ത മാർഗത്തിൽ സമ്പാദിച്ചാൽ അതിന് എന്തായാലും നമ്മൾ അള്ളാഹുവിനോട് മറുപടി പറഞ്ഞേ പറ്റൂ. ഹലാലിൽ സമ്പാദിച്ചതോടുകൂടി ഫറലായ സക്കാത്ത് ഉൾപ്പെടെയുള്ള കടമകളൊക്കെ വീട്ടി, എന്നിട്ടും ധാരാളം സമ്പത്ത് ഇവിടെ ഉണ്ട്, അത് നമ്മൾ മരിച്ചു പോകുമ്പോൾ ഇവിടെ ബാക്കി വെച്ച് പോയാൽ അത് നമ്മുടെ അനന്തരാവകാശികൾ വീതിച്ചെടുക്കുമ്പോൾ ഫറലായ മാർഗത്തിൽ ധനം വിനിയോഗിച്ച കൂലി ആ അനന്തര സ്വത്തിന് നമുക്ക് ലഭിക്കും. ആട്ടെ, ഞാൻ അതല്ല വിഷയം. ചുരുക്കത്തിൽ നമ്മുടേത് എന്ന് പറയാൻ ഇവിടെ ഒന്നുമില്ല. അല്ലാഹു തആല അവൻ്റെ ഔദാര്യം കൊണ്ട് നമ്മുടെ കയ്യിൽ ചിലത് ഏൽപ്പിക്കുന്നു. എന്നിട്ട് അല്ലാഹു തആല പറയും, അത് ഇന്ന രീതിയിലൊക്കെ കൈകാര്യം ചെയ്യണം, അതിൽ നിശ്ചിത വിഹിതം നിശ്ചിത ആളുകൾക്ക് നിശ്ചിത സമയത്ത് നീ കൊടുത്തിരിക്കണം, ബാക്കിയുള്ളത് നിനക്ക് ഉപയോഗപ്പെടുത്താം എന്ന് പറയുമ്പോൾ അല്ലാഹു തആല ഏൽപ്പിച്ച ഉത്തരവാദിത്വം നിർവഹിക്കുക എന്ന് പറയുന്ന നിർബന്ധമായ ബാധ്യത നിറവേറ്റുകയാണ് യഥാർത്ഥത്തിൽ പണക്കാരൻ ചെയ്യുന്നത്. അത് സ്വീകരിക്കാൻ പാവപ്പെട്ടവരെ കിട്ടുക എന്ന് പറയുന്നത് അള്ളാഹു നൽകുന്ന വലിയൊരു അനുഗ്രഹമാണ്. നമ്മുടെയൊക്കെ മനോഭാവവും നമ്മുടെയൊക്കെ നടപടിയും കണ്ടാൽ തോന്നും നമ്മൾ വലിയൊരു ഔദാര്യം ചെയ്യാണ്, ഈ പാവപ്പെട്ടവർ ഒരു നാശമാണ്, എവിടെ നോക്കിയാലും പിരിവാണ്, എവിടെ നോക്കിയാലും കയ്യാട്ടലാരാണ്, പിച്ചക്കാരാണ്, ഇവരെ വഴി തടഞ്ഞിട്ട് മുന്നോട്ട് പോകാൻ വയ്യ എന്നൊക്കെ നമ്മൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ വിവരക്കേടാണ്. അള്ളാഹു നമ്മുടെ കയ്യിൽ തന്നിട്ട് കൊടുക്കേണ്ട ആളുകൾക്ക് നീ കൊടുക്കണം എന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ സ്വത്ത് നാം അള്ളാഹുവിൻ്റെ അടിയാറുകൾക്ക് കൊടുക്കുമ്പോൾ നമ്മുടെ ഒരു ഔദാര്യം അതില്ല. പക്ഷേ അതിന് അള്ളാഹു തആല മഹത്തായ പ്രതിഫലം നമുക്ക് വാഗ്ദാനം ചെയ്യുന്നു. അപ്പം ഈ പ്രതിഫലം കിട്ടാൻ കാരണമാണ് ഈ പാവപ്പെട്ട സക്കാത്തിൻ്റെ അവകാശികൾ. അവരില്ലെങ്കിൽ നമുക്ക് എവിടുന്ന് ഈ പ്രതിഫലം കിട്ടും? സ്വത്ത് ഏതായാലും അള്ളാഹുവിൻ്റെതാ, നമ്മൾ മുഖേന അല്ലെങ്കിൽ വേറെ ആളുകൾ മുഖേന അള്ളാഹു തആല അവൻ്റെ അടിയാറുകൾക്ക് അവൻ റിസ്ക് കൊടുക്കും. ഇന്നല്ലാഹ ഹുവർ റസ്സാഖു ദുൽ ഖുവ്വത്തിൽ മതീൻ. ഖുർആൻ വ്യക്തമായി വെട്ടിത്തുറന്ന് പറഞ്ഞതാണ്. അല്ലാഹു തആല അവൻ എല്ലാ ജീവജാലങ്ങൾക്കും റിസ്ക് കൊടുക്കുന്നവനാണ്. ദുൽ ഖുവ്വത്തിൽ മതീൻ, അതിശക്തനായ റബ്ബാവണൻ. അവന് ഒരു നിലക്കുള്ള കഴിവുകേടുമില്ല. നിങ്ങളുടെ കയ്യിൽ തന്ന് അവൻ്റെ അടിമകളിൽപ്പെട്ട അവകാശപ്പെട്ടവർക്ക് കൊടുക്കണമെന്ന് പറയുമ്പോൾ നിങ്ങൾ കൊടുത്താൽ നിങ്ങൾക്ക് നേട്ടം, നിങ്ങൾ കൊടുത്തില്ലെങ്കിൽ മറ്റുള്ളവരുടെ കയ്യിലൂടെ അല്ലാഹു തആല അവൻ്റെ അടിയാറുകൾക്ക് കൊടുക്കും. പക്ഷേ കൊടുക്കാനുള്ള ഭാഗ്യം കിട്ടാത്ത നിങ്ങൾ ഇതിൻ്റെ പേരിൽ നാളെ പരലോകത്ത് ശിക്ഷിക്കപ്പെടുകയും ചോദ്യം ചെയ്യപ്പെടുകയും ചെയ്യും. അപ്പോൾ ഈ പാവപ്പെട്ടവരുണ്ടായി അവർ നമ്മളിൽ നിന്നിട്ട് ഈ സക്കാത്തിൻ്റെ വിഹിതം വാങ്ങുന്നു എന്നത് അല്ലാഹു തആല നമുക്ക് തരുന്ന വലിയൊരു അനുഗ്രഹമാണ്. ആ നിലക്ക് വേണം അതിനെ കാണാൻ. അവകാശികളെ കണ്ടെത്താൻ കഴിയുകയും അവർക്ക് അവകാശപ്പെട്ട സക്കാത്ത് വിഹിതം കൊടുക്കാൻ പറ്റുകയും ചെയ്യുക എന്ന് പറയുന്നത് അല്ലാഹു തആല എനിക്ക് ചെയ്തു തന്ന വലിയൊരു നിഅമത്താ. കാരണം അവൻ്റെ സ്വത്ത് ഈ അടിയാറുകൾക്ക് നേരിട്ട് കൊടുക്കാൻ അല്ലാഹുക്ക് പറ്റുമല്ലോ. പക്ഷെ നേരിട്ട് കൊടുക്കാതെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് നിന്നോട് പറയുന്നു എൻ്റെ അടിമകളിൽപ്പെട്ട പാവപ്പെട്ട ഇന്ന ആളുകൾക്കൊക്കെ നീ അത് കൊടുക്ക് എന്ന് പറയുമ്പോൾ അവൻ്റെ സ്വത്ത് അവൻ്റെ അടിയാറുകൾക്ക് കൊടുക്കാൻ നിന്നെ ഏൽപ്പിച്ചു എന്നൊറ്റ കാരണം കൊണ്ട് മഹത്തായ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് തരുന്ന ഈ കൈകാര്യത്തിനാണ് ഈ പ്രതിഫലം തരുന്നത്. ഇത് മനസ്സിലാക്കി ഒരിക്കലും മുതലാളിയുടെ ഔദാര്യമല്ല, പാവപ്പെട്ടവൻ്റെ അവകാശമാണ് എന്നും ഇവൻ ചെയ്യുന്നത് കേവലം ഔദാര്യമാണെന്ന് ധരിക്കുന്നത് അബദ്ധമാണെന്നും മറിച്ച് അവൻ്റെ ഡ്യൂട്ടി നിർവഹിക്കുകയാണ്, അവൻ്റെ ഉത്തരവാദിത്വം നിർവഹിക്കുകയാണ് എന്ന നിലക്ക് അത് ഏറ്റെടുക്കാൻ ആളെ കിട്ടുന്നത്, ഈ സക്കാത്തും സദഖയും സ്വീകരിക്കാൻ ആളെ കിട്ടുന്നത് അള്ളാഹു നമുക്ക് ചെയ്തു തരുന്ന വലിയൊരു അനുഗ്രഹമാണ് എന്നുമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്ന് ആമുഖമായി പറഞ്ഞ് സമയപരിമിതി ഉള്ളത് കൊണ്ട് അതിൻ്റെ പ്രാധാന്യത്തെ പറ്റിയൊന്നും ഞാൻ കൂടുതൽ നീട്ടി പറയുന്നില്ല. ഒറ്റ ഹദീസ്, ദീർഘമായ ഒരു ഹദീസിൽ സക്കാത്തിനെ പറ്റി മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഏതൊരു ധനമാണോ സക്കാത്ത് ഫർളായതിൻ്റെ സക്കാത്ത് വീടാതെ മരണപ്പെടാൻ ഇടവന്നാൽ ആ സമ്പത്ത് നാളെ ശത്രുവായി നമുക്ക് പരലോകത്ത് വരുമെന്നും അത് നാൽക്കാലി മൃഗങ്ങളാണെങ്കിൽ നമ്മുടെ പുറത്ത് ഏറിക്കൊണ്ട് അത് ഉച്ചത്തിൽ കരഞ്ഞുകൊണ്ടിരിക്കും. ആശ്രയിൽ കൂടിക്കൊടുക്കുന്ന കോടാനുകോടി ആളുകൾ എല്ലാവരും അവനെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒട്ടകത്തിൻ്റെ മുതലാളി, അതുപോലെ തന്നെ മാടുകളുടെ മുതലാളി, ആടിൻ്റെ മുതലാളി, ഇങ്ങനെ മുതലാളിമാർ സക്കാത്ത് കൊടുക്കാതിരുന്നാൽ ആ മൃഗങ്ങൾ അവൻ്റെ പുറത്ത് കയറി
നിന്ന് ഉച്ചത്തിൽ കരഞ്ഞുകൊണ്ടിരിക്കും. ശബ്ദമുണ്ടാക്കുന്ന ഈ മൃഗത്തിന്റെ ശബ്ദം കേട്ട് ആളുകൾ തിരിഞ്ഞു നോക്കുമ്പോൾ ദുനിയാവിൽ അള്ളാഹു ധാരാളം സമ്പത്ത് കൊടുത്തിട്ട് അവകാശപ്പെട്ടവർക്ക് സക്കാത്ത് കൊടുക്കാത്തവനാണെന്ന് പറഞ്ഞ് ആളുകൾ അവരെ പുച്ഛിക്കുകയും അവഹേളിക്കുകയും അവമതിക്കുകയും ചെയ്യുന്നു. ഇവൻ നാണക്കേട് കൊണ്ട് തല താഴ്ത്താൻ ശ്രമിക്കുമ്പോൾ തല താഴ്ത്താൻ പോലും സാധിക്കാത്തൊരവസ്ഥയിൽ അവൻ നാണം കെട്ടുപോകും. അതിൻ്റെ പുറമെ അവനെ മലർക്കെ കിടത്തിക്കൊണ്ട് ഈ മൃഗങ്ങളെ കുളമ്പുകൊണ്ട് അവനെ ചവിട്ടിപ്പിക്കുകയും അതിൻ്റെ കൊമ്പുകളെ കൊണ്ട് കുത്തിപ്പിക്കുകയും ചെയ്യുമെന്ന് മഹാനായ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. മഹ്ശറയിലെ അവസ്ഥയാണത്. വിധി വന്നിട്ട് ഒരുപക്ഷെ രക്ഷപ്പെട്ടെന്ന് വരും, ഒരുപക്ഷെ നരകത്തിൽ പോയെന്ന് വരും. അതിൻ്റെ മുമ്പ് മഹ്ശറയിൽ വെച്ച് അവൻ അനുഭവിക്കേണ്ടതാണ്. അതേ സമയത്ത് സ്വർണം വെള്ളി ഉൾപ്പെടെയുള്ള നാണയങ്ങളാണെങ്കിൽ അത് സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും പ്ലേറ്റാക്കി രൂപപ്പെടുത്തി അത് നരകത്തീയിലിട്ട് ചുട്ടു വേവിച്ച് ചുട്ടുപൊള്ളുന്ന ആ സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും പ്ലേറ്റ് മുഖത്തും പുറത്തും മാറിടത്തിലും വെച്ച് പൊള്ളിച്ചു കൊണ്ടിരിക്കുകയും ചൂട് കുറയുമ്പോൾ വീണ്ടും നരകത്തിലിട്ട് ചൂടാക്കി വീണ്ടും പൊള്ളിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യും. ഇങ്ങനെ മഹ്ശറയിൽ നിൽക്കുന്ന സമയത്ത് ഈ സക്കാത്ത് കൊടുക്കാത്ത സ്വത്ത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ ശിക്ഷിക്കും. മറ്റൊരു വിഭാഗത്തെ ഈ സ്വത്തിനെ ഒരു പാമ്പാക്കി അവൻ്റെ കഴുത്തിൽ മാലയായി അണിയിച്ച് ആ പാമ്പ് അവൻ്റെ രണ്ട് കവിളത്തും മാറി മാറി വിഷസർപ്പം കൊത്തിക്കൊണ്ടിരിക്കും. അതിൻ്റെ ഒരു കൊത്തുകൊണ്ടാൽ അതോടുകൂടി അവൻ്റെ ശരീരം മുഴുവനും മാംസം ഉതിർന്നു വീഴുമാറുള്ള കൊടും വിഷമുള്ള സർപ്പമായി മാറി അതവനെ കടിച്ചുകൊണ്ടിരിക്കും. മഹ്ശറയിലെ വിധി വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ അല്ലാഹു തആല പുറത്തു കൊടുത്താൽ രക്ഷപ്പെട്ടെന്ന് വരും, ഇല്ലെങ്കിൽ നരകത്ത് പോയെന്ന് വരും. അതിനു മുമ്പ് മഹ്ശറയിൽ വെച്ച് തന്നെ സക്കാത്ത് നൽകാത്തവന് കഠിനമായ ശിക്ഷയുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തി. പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല മുസ്ലിങ്ങളായ നമുക്ക് വളരെ ചുരുങ്ങിയ സമ്പത്ത് മാത്രമേ സക്കാത്തിന് ഫർളാക്കിയിട്ടുള്ളൂ. 8 തരം ധനത്തിൽ, കേവലം 8 തരം ധനത്തിൽ മാത്രമേ അല്ലാഹു സുബ്ഹാനഹു വ തആല സക്കാത്ത് ഫർളാക്കിയിട്ടുള്ളൂ. അത് അള്ളാഹുവിൻ്റെ അടിയാറുകളിൽപ്പെട്ട 8 വിഭാഗങ്ങളിൽ വിതരണം ചെയ്യണമെന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല കർശനമായി നിർദ്ദേശിക്കുന്നു. ഇതാണ് സക്കാത്ത് എന്ന് പറയുന്ന ഇബാദത്ത്. സദഖ ഏതിലും ആവാം. സക്കാത്ത് 8 പരിമിതമാണ്. 8 സ്വത്തിലും 8 വിഭാഗത്തിലും പരിമിതമാണ്. നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരം സ്വന്തം കമ്മിറ്റി ഉണ്ടാക്കി സ്വന്തം ചിന്താഗതിക്കനുസരിച്ച് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന കേവലം ഒരു സാമൂഹിക പ്രവർത്തനമല്ല സക്കാത്ത്. നിസ്കാരം പോലെ, നോമ്പ് പോലെ ഒരു ഇബാദത്താണ്. അതിന് നിശ്ചിതമായ നിബന്ധനകളുണ്ട്. ആ നിബന്ധന അനുസരിച്ച് ചെയ്തെങ്കിൽ മാത്രമേ സക്കാത്ത് എന്ന് പറയുന്ന ഇബാദത്താവുള്ളൂ. അതേസമയത്ത് ദാനധർമ്മം അത് നിങ്ങൾക്ക് സൗകര്യം പോലെ ചെയ്യാം, ഇഷ്ടം പോലെ ചെയ്യാം, എത്ര വേണമെങ്കിലും ചെയ്യാം, എത്ര കുറച്ചും ചെയ്യാം, ആർക്കും ചെയ്യാം. പക്ഷേ സക്കാത്ത് അങ്ങനെയല്ല. ഈ 8 വിഭാഗം ധനത്തിന് മാത്രമേ അല്ലാഹു തആല സക്കാത്ത് ഫർളാക്കിയിട്ടുള്ളൂ. സ്വർണം, വെള്ളി, മുഖ്യ ആഹാരമായി ഉപയോഗിക്കപ്പെടുന്ന ഭക്ഷ്യധാന്യങ്ങൾ, പഴവർഗ്ഗങ്ങളിൽ നിന്നിട്ട് ഈത്തപ്പഴം, മുന്തിരി, ആട്, മാട്, ഒട്ടകം, ഇങ്ങനെ 8 വിഭാഗത്തിൽ മാത്രമേ അല്ലാഹു സുബ്ഹാനഹു വ തആല സക്കാത്ത് ഫർളാക്കിയിട്ടുള്ളൂ. സ്വർണം, വെള്ളി എന്ന് പറയുമ്പോൾ അത് ഇസ്ലാമിൽ അടിസ്ഥാന നാണയമാണ്. ഇസ്ലാമിൽ അടിസ്ഥാന നാണയം സ്വർണവും വെള്ളിയുമാണ്. ലോകത്ത് ഇന്ന് സ്വർണവും വെള്ളിയും അടിസ്ഥാന നാണയമായി ഉപയോഗിക്കുന്നില്ല. അതുകൊണ്ട് മഹാന്മാരായ ഉലമാക്കൾ പറഞ്ഞു, ഇന്ന് ലോകത്ത് നാണയമായി ഉപയോഗിക്കപ്പെടുന്ന കറൻസികൾ പഴയ കാലത്ത് ഇസ്ലാമിൻ്റെ അടിസ്ഥാന നാണയമാവുന്ന സ്വർണവും വെള്ളിയുടെയും നിയമം എന്തോ ആ നിയമം അനുസരിച്ച് മാനദണ്ഡം സ്വർണത്തിനെയും വെള്ളിയെയും മാനദണ്ഡമാക്കിക്കൊണ്ട് അതടിസ്ഥാനത്തിൽ നമ്മുടെ നാണയങ്ങൾക്ക് സക്കാത്ത് നിർണയിച്ചു കൊള്ളണം എന്ന് മഹാന്മാരായ ഉലമാക്കൾ പറഞ്ഞു. അവിടെ വളരെ ചെറിയൊരു ന്യൂനപക്ഷം മാത്രമാണ്, വിട്ടുവീഴ്ചയില്ലാതെ സ്വർണം വെള്ളിയും മാത്രമാണ് ഇസ്ലാമിൻ്റെ നാണയം, അതിന് മാത്രമേ നാണയത്തിൻ്റെ സക്കാത്ത് ബാധകമാകൂ, മറ്റുള്ള കറൻസികൾ ഉൾപ്പെടെയുള്ള നാണയങ്ങളൊന്നും ഇസ്ലാമിൻ്റെ അടിസ്ഥാന നാണയമല്ല, അതുകൊണ്ട് അതിനൊന്നും സക്കാത്തില്ല, അതിനൊന്നും പലിശയില്ല എന്നൊക്കെ പറയുന്നത് അത് യഥാർത്ഥത്തിൽ വസ്തുതയിൽ നിന്നിട്ട് ഒളിച്ചോടലാണ് എന്നേ പറയുന്നുള്ളൂ. ഇപ്പോൾ തർക്ക വിഷയത്തിലേക്ക് കിടക്കാൻ ഉദ്ദേശിക്കാത്തത് കൊണ്ട് ആ വിഷയത്തിൽ കൂടുതൽ ഇപ്പോൾ സംസാരിക്കുന്നില്ല. ലോകത്തുള്ള മഹാഭൂരിപക്ഷം വരുന്ന മദ്ഹബ് അംഗീകരിക്കുന്ന
4 മദ്ഹബിൻ്റെ ഉലമാക്കളിൽ മഹാഭൂരിപക്ഷവും ഇന്ന് ലോകത്ത് ഉപയോഗപ്പെടുത്തുന്ന കറൻസികളൊക്കെ ഇസ്ലാമിൻ്റെ അടിസ്ഥാന നാണയമാവുന്ന സ്വർണം, വെള്ളി എന്നിവയുടെ മാനദണ്ഡം കണക്കാക്കി നാണയമായി പരിഗണിക്കുകയും അതിൻ്റെ സക്കാത്ത് കൊടുത്തു വീട്ടുകയും വേണം എന്നത് തന്നെയാണ് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് അത് നിർബന്ധമാണ്. മഹാഭൂരിപക്ഷം ഉലമാക്കൾ എന്താണോ പറയുന്നത് അതാണ് മുസ്ലിം ബഹുജനങ്ങൾക്ക് അനുഷ്ഠിക്കേണ്ടതും ആചരിക്കേണ്ടതുമായ ബാധ്യത. 4 മദ്ഹബിലെ ഉലമാവിന് ആ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമില്ല എന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു ന്യൂനപക്ഷത്തിനൊഴിച്ച് അഭിപ്രായ വ്യത്യാസമില്ല. പിന്നീട് വിശദമായി പറയേണ്ട മറ്റൊരു വിഷയം വ്യാപാരത്തിൻ്റെ സക്കാത്ത. അപ്പോൾ ഈ 8 കൂട്ടത്തിൽ വ്യാപാരം എണ്ണിയില്ലല്ലോ നിങ്ങൾ പറയണ്ട. വ്യാപാരത്തെ മൂല്യം പരിഗണിച്ച് സ്വർണം വെള്ളി കൊണ്ടിട്ട് മൂല്യം കണക്കാക്കി കൊണ്ട് കൊടുക്കുന്നതായതുകൊണ്ട് സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും അഥവാ നാണയത്തിൻ്റെ സക്കാത്തിൻ്റെ പരിധിയിൽപ്പെടുത്തിയിട്ടാണ് സക്കാത്ത് കൊടുക്കേണ്ടത്. അതുകൊണ്ടാണ് അത് 9ാമത്തെ ഒരു വസ്തുവായി എണ്ണാതെ 8ൽ പരിമിതപ്പെടുത്തിയത്. ഇതിൽ വിശദീകരിച്ച് പറയേണ്ട ഈ 2 വിഷയം മാത്രമേ ഉള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് വ്യാപാരത്തിൻ്റെ സക്കാത്തും നാണയത്തിൻ്റെ സക്കാത്തും ഇത് മാത്രമേ ഇപ്പോൾ വിശദീകരിച്ച് പറയേണ്ട ആവശ്യമുള്ളൂ. ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഒന്ന് നമ്മുടെ മലബാർക്കാരായ അല്ലെങ്കിൽ കേരളക്കാരായ നമ്മെ സംബന്ധിച്ച് എണ്ണി പറയാനില്ല. ഒന്നാമത് ഒട്ടകം നമുക്കില്ല. ആട്, മാട് എന്നിവ കാർഷികാടിസ്ഥാനത്തിൽ നമ്മളിന്ന് പോറ്റുന്നില്ല. ഒന്ന് നമ്മുടെ സാഹചര്യം അതിന് അനുകൂലമല്ല, നമുക്ക് പൂതിയില്ല എന്നിട്ടല്ല, നമ്മുടെ നാട്ടിൽ അതിന് സ്ഥലമില്ല. ഒരു നാട്ടിൽ വലിയൊരു കർഷകനാണ്. ഇപ്പോൾ പാലക്കാടൊക്കെ കുറേ കൃഷിയുള്ള ആളുകളുണ്ട്. ഓരോക്കെ ഇപ്പോൾ താക്കാരി ഒഴിവാക്കി, കാരണം ട്രാക്ടർ കൊണ്ട് കൂട്ടെല്ലാം ഞാൻ മുതലാവില്ല. ആട്ടെ ഉണ്ട് കിട്ടിക്കോളി. ഒരാൾക്ക് 30 കാളകളുണ്ട്. പക്ഷേ അതെന്താണ്, ഭൂമി കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് ഉഴുതുമറിക്കാൻ വേണ്ടിയിട്ടുള്ള കാളകളാണ്, അല്ലെങ്കിൽ വണ്ടി കാളകളാണ്. അതിന് 300 ഉണ്ടെങ്കിലും അതിന് സക്കാത്തില്ല, വീട്ടുപകരണങ്ങളുടെ സ്ഥാനത്താണ്. അതേ സമയത്ത് ഈ ആട് വളർത്തൽ അല്ലെങ്കിൽ മാട് വളർത്തൽ, ഒട്ടകം വളർത്തൽ ഒരു കൃഷിയായി കാർഷികാടിസ്ഥാനത്തിൽ ഈ മൃഗം പോറ്റുന്ന സംവിധാനമുണ്ട്. കേരളത്തിൽ ഇപ്പം അതിന് സാഹചര്യവും സ്ഥലവും സൗകര്യം ഇല്ലാത്തതുകൊണ്ടാണ് കേരളത്തിൽ നിന്ന് പുറത്തു പോയ എന്നുണ്ട്. അങ്ങനെയുള്ളവർക്കാണ് മൃഗങ്ങളുടെ സക്കാത്ത്. അപ്പോൾ അത് വിശദീകരിച്ച് പറയേണ്ട ആവശ്യമില്ല, നമുക്കില്ല. അതുകൊണ്ട് പിന്നെ മറ്റൊന്ന്, ഭക്ഷ്യധാന്യങ്ങളായി മുഖ്യാഹാരമായി ഉപയോഗിക്കപ്പെടുന്ന നമ്മുടെ നാട്ടിലുള്ളത് നെല്ലേ ഉള്ളൂ. ഗോതമ്പും വിട്ട്, പക്ഷേ ഗോതമ്പ് നമ്മുടെ നാട്ടിൽ കൃഷി ചെയ്യുന്നില്ല. നെല്ല് കൃഷി ചെയ്യുന്നവരിപ്പോൾ ഇവിടെ ഇല്ല, മുഴുവൻ പാടത്തും കോൺക്രീറ്റ് കെട്ടിടങ്ങൾ കാട് മൂടിക്കിടക്കുകയാണ്. പിന്നെ നെല്ല് പോയിട്ട് പുല്ല് പോലും മുളക്കാൻ സ്ഥലമില്ല. അപ്പോൾ അതും പറഞ്ഞിട്ട് അധികം കാര്യമില്ല. എന്നാലും പാലക്കാട്ടുകാർ കുറച്ചൊക്കെ അവിടെ കൃഷി ചെയ്യുന്നവർ ഇപ്പോഴും ബാക്കിയുണ്ട് തോന്നുന്നു. നിങ്ങൾ അവിടെ ആ ഭാഗത്തൊക്കെ ഉണ്ടോ? ഇല്ല, അവിടെയൊക്കെ പോയി വലിയ വലിയ മുരുകൻ വരെ ഉൾപ്പെടെ ഉള്ളതൊക്കെ ഇപ്പോൾ തരിശായി പോയി, അല്ലെങ്കിൽ ബാക്കി അവിടെ തയ്യക്കാൻ തുടങ്ങി. അള്ളാഹുതആല ബാക്കിയുള്ളവരുടെ ഔദാര്യത്തിൽ ജീവിക്കാൻ മാത്രം വിധിച്ചവരാണ്. ഉപഭോക്തൃ സംസ്കാരം മാത്രം സ്വീകരിക്കുകയും അതേസമയം ഉൽപാദന രംഗത്ത് വട്ടപൂജ്യമായിക്കൊണ്ടിരിക്കുകയും ചെയ്യണം. അപ്പോൾ അതിനെപ്പറ്റിയൊന്നും കൂടുതൽ വിശദീകരിച്ച് പറയേണ്ട ആവശ്യമില്ല. സക്കാത്തില്ലാത്തത് കൊണ്ടല്ല, സാഹചര്യത്തിനനുസരിച്ചാണല്ലോ പറയേണ്ടത് എന്ന് വെച്ചിട്ടാണ്. നെല്ല് ഉണ്ടാക്കുന്നവരാണെങ്കിൽ 600 സായ് നെല്ല് ഒരു വർഷത്തിൽ വിളവെടുക്കുന്നുണ്ടെങ്കിൽ അത് ചെലവ് ചെയ്ത് നനച്ചുണ്ടാക്കുന്നതാണെങ്കിൽ 5%, അല്ലാതെ തോട്ടിൽ നിന്നിട്ടും മഴവെള്ളത്തിൽ നിന്നിട്ടും കനാലിൽ നിന്നിട്ടും ഒലിച്ചു വന്നുകൊണ്ട് കൃഷി ഉണ്ടായതാണെങ്കിൽ അതിൻ്റെ 10% സക്കാത്ത് കൊടുക്കണം എന്നാ നിയമം. അതിപ്പോൾ ഉള്ളവർക്കല്ലേ വിശദീകരിച്ച് പറയേണ്ടുള്ളൂ, ആ ഭാഗം പറയേണ്ട ആവശ്യമില്ല. നമ്മളെയൊക്കെ പാഠപുസ്തകങ്ങളിൽ, ഞാൻ കുറ്റം പറയാന്ന് പറയരുത്, നമ്മളെയൊക്കെ പാഠപുസ്തകങ്ങളിൽ ഇപ്പോഴും സക്കാത്തിൻ്റെ കണക്ക് പറയുമ്പം ഒട്ടകത്തിൻ്റെ കണക്ക് 5 മുതൽക്ക് 100 കണക്കിന് വരെ എണ്ണി വിശദമായി പട്ടികയിട്ട് പഠിപ്പിക്കുമ്പോൾ ഇന്ത്യൻ കറൻസിക്ക് സക്കാത്തുണ്ടോ എന്ന് ചോദിച്ചാൽ ഇപ്പോഴും നമ്മളെ സുന്നി വിദ്യാഭ്യാസ ബോർഡിൻ്റെ പാഠപുസ്തകത്തിൽ പോലും, അതാണ് ഇപ്പോൾ ഏറ്റവും പരിഷ്കൃതമായ ആധുനിക പുസ്തകം എന്ന് പറയുന്നത്, അതിൽ പോലും ഇല്ല. ബക്കത്ത് ഇങ്ങനെ എഴുതി കൊടുത്തിട്ട്, ഇത് പാഠപുസ്തകത്തിലല്ല, പുറത്ത് ഇങ്ങനെ ഒരു നമ്പർ ഇട്ടിട്ട് കുറിപ്പായിട്ട് കൊടുത്തിട്ടുണ്ട്, ഈ സ്വർണ്ണ നാണയത്തിന് അടിസ്ഥാനമാക്കിയിട്ട് കറൻസിക്ക് സക്കാത്ത് കൊടുക്കേണ്ടതാണ്. പാഠപുസ്തകത്തിലില്ല അത് ബക്കത്ത്. യഥാർത്ഥത്തിൽ അവിടെ നിന്നൊക്കെ മാറാനായിരുന്നു, മാറും ഇൻഷാ അല്ലാഹ്. ഒരുപാട് മാറ്റങ്ങൾ വന്ന കൂട്ടത്തിൽ അതും മാറും. കാരണം ഈ 2 കാര്യമാണെന്ന് വിശദമായിട്ട് പറയേണ്ടത്. കാരക്ക നമുക്കില്ല, മുന്തിരി നമ്മൾ കൃഷി ചെയ്യുന്നില്ല, പിന്നെ അതിൻ്റെ ഒന്നും സക്കാത്തിൻ്റെ കണക്ക് പറഞ്ഞാണ്ട് അത് പറയണം, മറക്കാൻ പാടില്ല. മറക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ പറച്ചിൽ അതിനെപ്പറ്റി പറയണം. ബാക്കിയൊക്കെ പഴയ കിതാബുകളിലുണ്ട്, അവിടെ നോക്കിയാൽ മനസ്സിലാവുകയും ചെയ്യും. എന്നാൽ പണത്തിൻ്റെ സക്കാത്ത് അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്.
പണത്തിൻ്റെ സക്കാത്തിന് 2 മാനദണ്ഡമാണ് പൂർവ്വകാലത്ത്. ഒരു നാട്ടിൽ സ്വർണവും നാണയമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്, വെള്ളിയും നാണയമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് എന്ന് വന്നാൽ, അങ്ങനെ നാടുകൾ, പല നാടുകളും ഉണ്ടായിരുന്നു. ഇസ്ലാമിക കാലത്തൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു, ആദ്യ കാലത്തൊക്കെ രണ്ടും ഉണ്ടായിരുന്നു. എങ്കിൽ അവിടെ സക്കാത്ത് വാങ്ങുന്ന പാവപ്പെട്ടവരുടെ ഉപകാരം കൂടുതൽ ഏത് അടിസ്ഥാനമാക്കുന്നതിലാണ്? അതാണ് മാനദണ്ഡമാക്കേണ്ടത്. സ്വർണ്ണമുണ്ട്, വെള്ളിയുണ്ട്. എന്നാൽ സ്വർണം മൂല്യമായി കണ്ടാലാണോ പാവപ്പെട്ടവർക്ക് കൂടുതൽ ഗുണം കിട്ടുക, അല്ല വെള്ളി അടിസ്ഥാനമായി കണ്ടാലാണോ കൂടുതൽ ഗുണം കിട്ടുക എന്ന് നോക്കിയിട്ട് അവകാശികൾക്ക് കൂടുതൽ ഗുണകരമായതേതോ അത് മാനദണ്ഡമാക്കി കൊടുക്കണം എന്നാ കണക്ക്. രണ്ടും ഉള്ളോടത്ത്. ഇനി സ്വർണം മാത്രമേ ഉള്ളൂവെങ്കിൽ പിന്നെ അത് തന്നെ അടിസ്ഥാനമാക്കി കൊടുത്താൽ മതി. വെള്ളി മാത്രമാണെങ്കിൽ അത് തന്നെ അടിസ്ഥാനമാക്കി കൊടുത്താലും മതി. ഇനി അത് രണ്ടും ഇല്ലെങ്കിലോ? ഇത് പഴയ കാലത്തെ കിതാബിൽ അധികം കാണാത്ത, കാരണം രണ്ടും ഇല്ലാത്തൊരവസ്ഥ അവർക്ക് ചിന്തിക്കാനോട് കഴിഞ്ഞിട്ടില്ല. പക്ഷേ മുൻഗാമികളിൽ പെട്ട മുത്താഖിരീങ്ങൾ, പിൻഗാമികളായ ഇമാമിങ്ങൾ അത് സൂചിപ്പിച്ചിട്ടുണ്ട്. ഒരു കാലഘട്ടത്തിൽ സ്വർണവും വെള്ളിയും നാണയസ്ഥാനത്ത് നിന്ന് മാറ്റപ്പെട്ടു തൽസ്ഥാനത്ത് മറ്റെന്തെങ്കിലും വസ്തു നാണയമായി നിർണയിക്കപ്പെടുകയും ഇസ്ലാം ശരീഅത്തനുസരിച്ചുള്ള നാണയത്തിൻ്റെ ക്രയവിക്രയം ഈ വസ്തു കൊണ്ട് സർവവ്യാപകമായ നിലക്ക് ഉപയോഗിക്കപ്പെടുകയും ചെയ്യുമ്പോൾ അതിനും നാണയത്തിൻ്റെ വിധി വരും എന്ന് ഉലമാക്കൾ ഫിഖ്ഹിൻ്റെ കിതാബിൽ നേരത്തെ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്. ആ കാലഘട്ടമാണ് ഇപ്പോൾ. എന്ന് പറഞ്ഞാൽ ഇന്ന് ലോകത്തെവിടെയും നാണയമായി ക്രയവിക്രയം ചെയ്യുന്നത് സ്വർണവും വെള്ളിയുമല്ല. അതിന് മൂല്യമായി ചിലപ്പോൾ സ്വർണമോ വെള്ളിയോ ഒക്കെ കാണുന്നുണ്ടാവും. പക്ഷെ ക്രയവിക്രയം ചെയ്യാൻ ലഭിക്കുന്നത് കറൻസികളാണ്. ഈ കറൻസി നാണയമാവുന്ന സ്വർണം കൊണ്ട് അല്ലെങ്കിൽ വെള്ളി കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പണ്ട് പറ്റുമായിരുന്നോ അതൊക്കെ ഇന്ന് ഈ കറൻസി കൊണ്ട് പറ്റും. എന്ന് പറഞ്ഞാൽ വസ്തു വാങ്ങാനും വിൽക്കാനും അതുപോലെ തന്നെ ഉപകാരപ്പെടുത്താനും ഒക്കെ ഈ നാണയത്തിൻ്റെ സ്ഥാനത്ത് ഇന്ന് ഈ കറൻസികൾ നിൽക്കും. എങ്കിൽ ഇന്ന് രണ്ടും ഇല്ലാതെ വന്നാൽ അവിടെ പിന്നെ സ്വർണം കൊണ്ട് വില കെട്ടുകയാണോ, അതല്ല വെള്ളി കൊണ്ട് വില കെട്ടുകയാണോ? സക്കാത്ത് വാങ്ങുന്ന അവകാശികൾക്ക് ഗുണകരം എന്ന് നോക്കിയിട്ട് അവകാശികൾക്ക് ഗുണകരമായതുകൊണ്ട് വില കെട്ടണമെന്നാ. ഇപ്പം നിങ്ങൾ നോക്കി, 20 മിസ്കാല് സ്വർണത്തിലാണ് സക്കാത്ത് നിർബന്ധമാകുക. 20 മിസ്കാല് സ്വർണം എന്ന് പറഞ്ഞാൽ എത്ര? 85 ഗ്രാം സ്വർണം ഉണ്ടാവും. 10.5 പവനും 1 ഗ്രാമും. 1 പവൻ എന്ന് പറഞ്ഞാൽ 8 ഗ്രാമാണ്. അപ്പോൾ 85 ഗ്രാം എന്ന് പറയുമ്പോൾ എത്രയായി? 84 ഗ്രാം ആവുമ്പോൾ 10.5 പവനായി. പിന്നെ 1 ഗ്രാം ഏറി. 10.5 പവനും 1 ഗ്രാമും ശുദ്ധമായ സ്വർണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ആഭരണം ഉണ്ടാക്കുന്ന പൊന്നല്ല. ആഭരണം ഉണ്ടാക്കുന്ന പൊന്നിൽ ഒരു നിശ്ചിത വിഹിതം എന്ത് കൂട്ടുന്നുണ്ട്? ചെമ്പ് കൂട്ടിയിട്ടാണ് അത് സ്വർണ്ണാക്കുന്നത്. തനി തങ്കം എത്ര ഉണ്ടോ ആ തങ്കത്തിൻ്റെ കണക്കാണ് കൂട്ടുന്നത്. 85 ഗ്രാം തങ്കം. ഇന്ന് 85 ഗ്രാം തങ്കത്തിന് എത്ര റുപ്യ വരും? ചുരുങ്ങിയ 20,000 റുപ്യ കൂട്ടിക്കോളി. ഒരു പവന് 20,000 കൂട്ടിയാൽ എത്ര? 10 പവന് എത്ര വന്ന്? 2 ലക്ഷം വന്നില്ലേ? പിന്നെ 5 ഗ്രാം വേറെ ഉണ്ട്. 2 ലക്ഷത്തിൻ്റെ മുകളിൽ ഉണ്ടെങ്കിലേ സക്കാത്ത് കൊടുക്കണ്ടൂ എന്ന് വരും സ്വർണം മാനദണ്ഡമായി കാണുകയാണെങ്കിൽ. അതേ സമയത്ത് 200 ദിർഹം വെള്ളിക്ക് വില കെട്ടിയാൽ 595 ഗ്രാം വെള്ളിയെ വരൂ. 40,000 ചോട്ടിലാണ് 1 കിലോ വെള്ളിയുടെ വില, അല്ലേ? 40,000 ചോട്ടിലാണ് 1 കിലോ വെള്ളിയുടെ വില. ചിലപ്പോൾ 35 ആവും, 34 ആവും, 39 ആവും, 38 ആവും, ഇങ്ങനെയൊക്കെ മാറി മാറി വരലുണ്ട്. ഏതായാലും 40,000 ചോട്ടിലാണ്. അപ്പം 40,000 രൂപ ഉണ്ടെങ്കിൽ 1 കിലോ വെള്ളി കിട്ടുമ്പോൾ 595 ഗ്രാം വെള്ളിക്ക് ഏതാണ്ട് ഒരു 27,000, 28,000, 30,000 റുപ്യൻ്റെ ചൂട്ടിൽ ഒരു കൊല്ലം ഒരു മനുഷ്യൻ്റെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ അവൻ സക്കാത്ത് കൊടുക്കാൻ നിർബന്ധിതനായി. ഇപ്പൊ സ്വർണം കൊണ്ട് വില കെട്ടിയാൽ 2 ലക്ഷത്തിന്റെ പുറത്ത് ഒരു ആളുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടെങ്കിലേ സക്കാത്ത് നിർബന്ധമായി വരുള്ളൂ. അതേ സമയത്ത് വെള്ളി മാനദണ്ഡമാക്കിയാലോ ഏകദേശം ഒരു 30,000 രൂപ ഒരാളുടെ കൈവശം ഒരു കൊല്ലം നിന്നാൽ അവൻ സക്കാത്ത് കൊടുക്കണം എന്ന് വരും. അപ്പോൾ ധാരാളം ആളുകൾ സക്കാത്ത് കൊടുക്കാൻ നിർബന്ധിതരാവും. അങ്ങനെ വരുമ്പോൾ സക്കാത്ത് കിട്ടേണ്ട അവകാശികൾക്ക് ഗുണകരമാവുന്നത് വെള്ളി മാനദണ്ഡമായി കണ്ടാലാണ്. അതുകൊണ്ട് വെള്ളി അടിസ്ഥാനമായി കാണേണ്ടതാണ് എന്നാണ് ഷാഫി മദ്ഹബിലെ ഉലമാഇന്റെ തീരുമാനം. നമുക്കുണ്ടൊരു കൊട്ടക്കണക്കിന് 2-1 കെട്ടിയാൽ പോരെ, അതൊക്കെ പഠിക്കാത്തവര് പറയണ പറച്ചില്ല.
രണ്ടാലൊന്നുകൊണ്ട് കിട്ടുക പോരെ എന്ന് പറഞ്ഞാൽ രണ്ടാലൊന്നുകൊണ്ട് കിട്ടുക എന്ന് പറയുന്നത് രണ്ടും ഒരുപോലെ ഉപയോഗമുണ്ട്. അതിന് രണ്ടും ഇല്ലല്ലോ ഇവിടെ. രണ്ടും ഇല്ല. രണ്ടും ഉണ്ടെങ്കിൽ കൂടുതൽ അവകാശികൾക്ക് ഗുണമുള്ളതാ വേണ്ടത്. രണ്ടും ഇല്ലെങ്കിലും അങ്ങനെ തന്നെ വേണ്ടത്. അപ്പോൾ രണ്ടും ഇല്ലാത്തടത്ത് കൂടുതൽ ഉപകാരമുള്ളത് വെള്ളി കൊണ്ട് കെട്ടലാണെന്ന് വരുമ്പോൾ ഏകദേശം ഇനിയിപ്പോൾ നിങ്ങൾ നോക്കി അതാത് സമയത്ത് കൊല്ലം കഴിയുന്ന സമയത്ത് നിങ്ങൾ വെള്ളിൻ്റെ വില നോക്കി ഡെയിലി പേപ്പർ നോക്കിയാൽ കിട്ടും വെള്ളിൻ്റെ കിലോൻ്റെ വില. സ്വർണത്തിൻ്റെ വിലൻ്റെ ചോട്ടിൽ വെള്ളിൻ്റെ ഉണ്ടാകാനും സാധനം നമ്മൾ നോക്കലില്ല. പക്ഷേ കിലോന് 40,000 ചോട്ടിലേ അത് വരുള്ളൂ. അപ്പോൾ അതിൻ്റെ 595 ഗ്രാം വെള്ളിൻ്റെ വില വളരെ കുറഞ്ഞ പൈസ ഉണ്ടാവുള്ളൂ. ഇത്രയും പൈസ നമ്മളെ കയ്യിൽ ഒരു വർഷം സ്റ്റോക്ക് ഉണ്ട്. ഇത് പ്രത്യേകം അടിവരയിട്ട് പിടിക്കണം. ഒരാളുടെ ഉടമയിൽ ഹലാലായ ധനം ഒരു വർഷം ഈ പറയുന്ന 595 ഗ്രാം വെള്ളിക്ക് തുല്യമായ തുക ഒരു വർഷം നമ്മുടെ കൈവശം നിന്നെങ്കിലേ സക്കാത്ത് നിർബന്ധമാകുകയുള്ളൂ. ഇവിടെ കമ്മ്യൂണിസ്റ്റുകാരിൽ നിന്ന് ഇസ്ലാം പഠിച്ച ചെരിഞ്ഞ ഇസ്ലാമിക്കാർ ഒരു ശമ്പളത്തിന് ലവി വാങ്ങുന്നവരാണ് കമ്മ്യൂണിസ്റ്റുകാർ. പാർട്ടി മെമ്പർമാരുടെ ശമ്പളത്തിന് ലവി വാങ്ങും പാർട്ടി. അതിന് പാർട്ടി അവർക്ക് ജോലിയാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. പാർട്ടി മെമ്പർമാർക്ക് ജോലിയാക്കാൻ പാർട്ടി നോക്കും ചെയ്യും. ശമ്പളം കിട്ടിയ അതിൻ്റെ ലവിയായിട്ട് പാർട്ടിക്ക് കൊടുക്കണം. ഇതിൽ നിന്ന് തന്നെ പഠിച്ചത് ഏത് കമ്മ്യൂണിസ്റ്റുകാരിൽ നിന്നിട്ട് തത്വം പഠിച്ച ആളാണ് മൗദൂദി സാഹിബ്. അയാൾ ഖുർആൻ ഓതിയിട്ടോ ഉലമാക്കളിൽ നിന്നിട്ടോ നീ പഠിച്ച ആളല്ല. അപ്പം അതനുസരിച്ച് ജമാഅത്ത് മെമ്പർമാരിൽ നിന്നിട്ടും ലവി എന്ന പേരിൽ അല്ല സക്കാത്ത് എന്ന പേരിൽ ശമ്പളത്തിൻ്റെ നിശ്ചിത വിഹിതം പാർട്ടി ഫണ്ടിൽ അടക്കണം എന്നാണ് നിയമം. ആ പാർട്ടി ഫണ്ടിൻ്റെ പേര് ബൈത്തുൽ മാൽ എന്നാണ്. ബൈത്തുൽ മാൽ എന്ന് ഇസ്ലാമിൻ്റെ അല്ലെങ്കിൽ എന്താ ഈ പറയുന്നതൊക്കെ? ബൈത്തുൽ മാൽ എന്ന് സാങ്കേതികമായി ഇസ്ലാമിൽ പറയണമെങ്കിൽ മുസ്ലിം ഗവൺമെന്റിന്റെ ധനകാര്യ വകുപ്പിനാണ് ബൈത്തുൽ മാൽ എന്ന് പറയുന്നത്. നമ്മളെ നാട്ടിൽ മാണി സാർ കുറേ കാലമായല്ലോ കൊണ്ടെടുക്കണേ. അത് പക്ഷേ ഇസ്ലാമിൻ്റെ ഭരണകൂടം അല്ലാത്തത് കൊണ്ട് അല്ലെങ്കിൽ മാണി സാറിൻ്റെ വകുപ്പാണ് ഇപ്പോൾ ഇത് ഈ ബൈത്തുൽ മാൽ എന്ന് പറയുന്നത്. അത് ഗവൺമെന്റിന്റെ ധനകാര്യ വകുപ്പ്, അതാണ് ബൈത്തുൽ മാൽ. ഈ ബൈത്തുൽ മാലിൽ ഒരുപാട് സെക്ഷനുകൾ ഉണ്ടാവും. അതിൽപ്പെട്ട സക്കാത്ത് സെക്ഷൻ കൈകാര്യം ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റാണ് സക്കാത്തിന്റെ കൈകാര്യം അധികാരം. അത് മുസ്ലിം ഗവൺമെന്റ് ഇവിടെ ഉണ്ട്. സംഗതി എന്തൊക്കെയായാലും ഒരു മുസ്ലിം ഭരണം എന്ന പേരിൽ നടക്കുന്നത് കൊണ്ട് ഇവിടെ ബൈത്തുൽ മാലുണ്ട്. സക്കാത്തിന്റെ പ്രത്യേക സെക്ഷനും അതിലുണ്ട്. പക്ഷേ എല്ലാം നമ്മൾക്ക് അംഗീകരിക്കാൻ പറ്റുന്ന എല്ലാ മദ്ഹബിൻ്റെ വ്യത്യാസമുണ്ട്. അല്ലാത്ത ചില ചിന്താഗതിൻ്റെ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ട്. ഹംബലി മദ്ഹബാണ് അവർ അടിസ്ഥാനമാക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഷാഫി മദ്ഹബുമായിട്ട് ഫിഖ്ഹിയായ ചില മാറ്റങ്ങളൊക്കെ അതിൽ കാണാം. എന്നാലും അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഒരു വ്യാപാരി നിശ്ചിത നിയമപ്രകാരം സക്കാത്ത് കൊടുക്കുന്നില്ലെങ്കിൽ അവൻ്റെ സ്വത്ത് ജപ്തി ചെയ്യാൻ ഗവൺമെൻറ്റിന് അധികാരമുണ്ട്. സൈന്യത്തെ അയച്ച് ബലപ്രയോഗത്തിലൂടെ പിടിച്ചെടുക്കാൻ അധികാരമുണ്ട്. ഈ നിലക്ക് നിയമപരമായി ശിക്ഷിക്കാനും ധനം പിടിച്ചെടുക്കാനും അധികാരമുള്ള ഒരു സ്രോതസ്സിന് മാത്രമേ ബൈത്തുൽ മാൽ എന്ന അംഗീകാരം ഇസ്ലാം ശരീഅത്ത് കൊടുക്കുന്നുള്ളൂ. അല്ലാതെ കുറച്ച് കമ്മിറ്റി ഉണ്ടാക്കിയിട്ട് ആ കമ്മിറ്റിൻ്റെ കീഴിൽ ഒരു സബ് കമ്മിറ്റി, ആ സബ് കമ്മിറ്റിൻ്റെ പേര് ബൈത്തുൽ മാൽ എന്ന്, എന്നിട്ട് ഈ ഉദ്യോഗസ്ഥന്മാരായ കുറേ സാധുക്കളെ ശമ്പളത്തിൻ്റെ ഒരു നിശ്ചിത വീതം സഖാക്കൾ ലവി വാങ്ങും പോലെ മാസ ശമ്പളത്തിൻ്റെ ഒരു നിശ്ചിത വീതം 2.5% പാർട്ടി ഫണ്ടിലേക്ക് സക്കാത്ത് കൊടുത്താൽ ആ സാധുവിൻ്റെ സക്കാത്തോട്ട് വീടൂല്ല, കൊടുക്കൽ തൊട്ട് സക്കാത്ത് അല്ലതാനും. സക്കാത്ത് നമ്മുടെ ഉടമയിൽ വന്ന മുതൽ ഒരു കൊല്ലം കഴിയണം. അത് ശമ്പളമായിട്ടും ആയാലും വേണ്ടിയില്ല, അല്ലാതെ വീട് വാടകയ്ക്കായാലും വേണ്ടിയില്ല, ക്വാർട്ടേഴ്സ് എടുത്ത് വാടക കൊടുത്താലും വേണ്ടിയില്ല, കോംപ്ലക്സ് ഉണ്ടാക്കി വാടക കൊടുത്താലും വേണ്ടിയില്ല. അതിൻ്റെയൊക്കെ വരുമാനം നമ്മുടെ കൈവശം വന്നത് ഒരു കൊല്ലം സ്റ്റോക്ക് ചെയ്താൽ അതിനൊക്കെ സക്കാത്തുണ്ട്. അത് സ്റ്റോക്ക് പണത്തിൻ്റെ സക്കാത്താണ്. ഒരാൾ എന്താക്കി ഒരു 25 കോടി രൂപ മുടക്കിയിട്ട് ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് ഉണ്ടാക്കിയിട്ട് അങ്ങനെ ഒരു ഉറുപ്പ്യക്കും വാടകയ്ക്ക് പോകാതെ 5 കൊല്ലം അവിടെ ഒന്നും ഒരു ഉറുപ്പ്യയാൾ സക്കാത്ത് കൊടുക്കണ്ട. 50 കോടി ഉറുപ്പ്യനെ മുതലാണ് കിടക്കുന്നത്. ഒരു ഉറുപ്പ്യയാൾ സക്കാത്ത് കൊടുക്കണ്ട. അതേ സമയത്ത് അത് വാടക കൊടുക്കാൻ തുടങ്ങി. വാടക കൊടുക്കുന്ന ആ വാടക എന്താക്കുകയാണ്, ബാങ്കിൽ കിട്ടുകയാണ്. അങ്ങനെ നിശ്ചിത തുക ബാങ്കിൽ വന്നു. ആ പൈസ അങ്ങനെ ബാങ്കിൽ കിടക്കുകയാണ്. എങ്കിൽ നിസാബ് കഴിഞ്ഞതിന് ശേഷം ഓരോ കൊല്ലവും ഈ നിസാബിൻ്റെ 2.5% സക്കാത്ത് കൊടുത്തുകൊണ്ടിരിക്കണം.
അത് ഹലാലായി ഏത് മാർഗത്തിൽ വന്ന ധനത്തിനും വേണം കൊടുക്കുക. തേങ്ങ വിറ്റിട്ടുണ്ടായതിന് വേണം, അടക്ക വിറ്റിട്ടുണ്ടായതിന് വേണം, കശുവണ്ടി വിറ്റിട്ടുണ്ടായതിന് വേണം, കുരുമുളക് വിറ്റിട്ടുണ്ടായ, ഏതൊക്കെ ഹലാലായ മാർഗത്തിൽ നമുക്ക് വരുമാനമുണ്ടോ അത് വിറ്റ് കാശായി കഴിഞ്ഞാൽ ഈ കാശ് ഒരു കൊല്ലം സ്റ്റോക്ക് ചെയ്താൽ നമ്മൾ സക്കാത്ത് കൊടുക്കണം. വന്ന കാശ് അങ്ങനെ തിരിച്ച് വേറെ കാര്യത്തിലേക്ക് വിട്ടു, എത്ര കോടി ഉണ്ടെങ്കിലും അതിന് സക്കാത്ത് വരില്ല. ഈ പണത്തിൻ്റെ സക്കാത്തിൻ്റെ രഹസ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കണം. പണത്തിൻ്റെ ഇരുപ്പ് പണത്തിൻ്റെ സക്കാത്തിൻ്റെ രഹസ്യം തന്നെ അള്ളാഹുവിൻ്റെ അടിയാറുകൾക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു തആല ധനം കൊടുക്കുന്നത്. അത് ധനാഢ്യന്മാരുടെ ലോക്കറിലോ അതല്ലെങ്കിൽ അയാളുടെ ഷെൽഫിലോ പൂട്ടി വെക്കേണ്ട സാധനമല്ല. ജനങ്ങൾക്ക് ഉപകാരം കിട്ടണം. എങ്ങനെ ഉപകാരം ഉണ്ടെങ്കിൽ എങ്ങനെയായാലും വേണ്ടിയില്ല. നിങ്ങൾ 10 ഏക്കർ കാലി തരിശു ഭൂമി വാങ്ങി, എന്നിട്ട് എന്താക്കുന്നു, അത് കൃഷിയോഗ്യമാക്കുന്നു. നാട്ടുകാർക്ക് കാര്യമല്ലേ? ഇത്ര ആൾക്ക് ജോലി കിട്ടൂ അല്ലേ? ഇത്ര ആൾക്ക് ജോലി കിട്ടും, അതൊരു പണിയാണ്. ആരും കുറെ കെട്ടിലെടുത്ത് എത്ര ആൾക്ക് പണി കിട്ടി? എന്ത് ആവശ്യത്തിന് ഉപയോഗിച്ചാൽ വെറുതെ കിട്ടിക്കൊള്ളുന്നില്ല. ജനങ്ങൾക്ക് ഇത് ഉപകാരപ്പെട്ടു കൊടുക്കണം, അങ്ങനെ റോളായിക്കൊണ്ടിരിക്കണം. എന്നാ സക്കാത്തൊന്നും കൊടുക്കണ്ട. ഇതൊന്നുമില്ല. ഇയാൾ പെട്ടിയിൽ വെച്ച് പൂട്ടുകയാണ് അല്ലെങ്കിൽ ബാങ്കിൽ വെച്ച് പൂട്ടുകയാണ്. ആർക്കാവുകൊണ്ട് കാര്യം? ഒരാൾക്കും ഇല്ല. തൊരോൻ്റെ അടുത്ത് നിധി കിട്ടിയേക്കാം. നിങ്ങൾക്കറിയോ തൊരോന്ന് പറഞ്ഞാ? ഓക്കെ, ഞങ്ങൾ മലപ്പുറം ഭാഷ. പെരിച്ചായിൻ്റെ അഞ്ചനാണ് ഇത്. തിരുവണ്ണാരിയാണ്. പെരിച്ചായിൻ്റെ അത്ര ഉണ്ടാവില്ല, വലിയ മാളുണ്ടാക്കി പോവും. ഇതിനെന്ത് കിട്ടിയാലും കൊണ്ടുപോയിട്ട് ഇതിന് മാളത്തിൻ്റെ ഉള്ളിൽ ഒളിച്ചു വെക്കും. എന്നതുപോലെ മുതലാളിൻ്റെ കാശൊക്കെ വാടക കൊണ്ടുപോയിട്ട് മാളത്തിൽ ഒളിച്ചു വെക്കുക. ഏത് സ്വിസ് ബാങ്കിൽ കൊണ്ടുപോയിട്ട് അവൻ ഇപ്പോൾ ചിലതൊക്കെ പൊളിയുന്നുണ്ട്. കാരണം ചോദിച്ചാൽ പറഞ്ഞു തരാമെന്നുള്ളവർക്ക് എത്തിയില്ല. പണ്ട് ചോദിക്കാനും പറയാൻ പാടില്ല എന്നാ. ഇങ്ങനെ ഇത് പൂഴ്ത്തി വെച്ചിട്ട് ആർക്കാണ് ഇതുകൊണ്ട് കാര്യം? എങ്കിൽ അള്ളാഹു തആല പറയുന്നു, ആ പൂഴ്ത്തി വെച്ചതിൻ്റെ ഒരു ഉപകാരം എൻ്റെ അടിയാറുകളുടെ അവകാശപ്പെട്ട സ്വത്താണത്. നീ അതോടെ പെട്ടിയിൽ പൂട്ടി വെക്കുകയാണെങ്കിൽ 2.5% കൊല്ലം തോറും കൊടുത്തുകൊണ്ടിരിക്കുക. എന്നാ അങ്ങനെ കിട്ടും. വെറുതെ 2.5%. എന്നാ വെറുതെ കൊടുക്കണ്ട. ഈ ഭൂമി വാങ്ങിയിട്ടോ കെട്ടിടത്തോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വ്യവസായം ചെയ്തോ ഏത് ചെയ്താലും കുഴപ്പമില്ല. ജനങ്ങൾക്ക് ഉപകാരപ്പെടും. ഒരു നിലക്കല്ലെങ്കിൽ ഒരു നിലക്ക് ഉപകാരപ്പെടും. പണമായി സൂക്ഷിച്ചു വെച്ചാൽ പണം കൊണ്ട് ഒരു ഉപകാരമില്ല. രസം. എല്ലാത്തിൻ്റെ മാധ്യമമാണ് പണം, ഇടയാളനാണ് പണം. പണം സ്വന്തമായി ഒന്നിനും പറ്റൂല. അതുകൊണ്ടാണ് പണം പണത്തിന് വേണ്ടിയല്ല. സൂക്ഷിപ്പുകാരൻ്റെ ലക്ഷ്യം പണം പണത്തിന് വേണ്ടിയാണ്. എങ്കിൽ ആ പണം തന്നെ നശിക്കട്ടെ. 2.5% അങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പൊ ഉപകാരപ്പെടാം. അപ്പൊ ഒരു കൊല്ലം നിങ്ങൾ സ്റ്റോക്ക് ചെയ്തു, നിങ്ങൾക്കും ഒരു ഉപകാരം കിട്ടിയില്ല, നാട്ടുകാർക്കും ഒരു ഉപകാരം കിട്ടിയില്ല. എന്നാൽ കൊടുക്കുക 2.5%. അത് ഹലാലായ ഏത് മാർഗത്തിൽ സമ്പാദിച്ചത് നിന്നെ ചോദിക്കണ്ട. ഹലാലായ മാർഗത്തിൽ നമുക്ക് വന്ന പണം ഒരു കൊല്ലം നമ്മൾ സൂക്ഷിച്ചാൽ, സൂക്ഷിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ കീശയിലിട്ടാലും ബാങ്കിലിട്ടാലും മേശയിൽ വെച്ചാലും മാത്രമല്ല, നമ്മൾ ഒരാൾക്ക് കടം കൊടുത്താലും നമ്മൾ സൂക്ഷിക്കാനേ. മനസ്സിലാക്കണ്ടേ? നമുക്കൊരാൾക്ക് കടം കൊടുത്തു, അതും സൂക്ഷിക്കാനേ. ആൾക്ക് ഏത് സമയത്തും ചോദിച്ചാൽ കിട്ടും എന്നൊരവസ്ഥ ഉണ്ടെങ്കിൽ നമ്മൾ സ്റ്റോക്ക് ചെയ്യുന്ന അവസ്ഥ തന്നെയാണ് നമ്മുടെ സഹോദരൻ നമ്മൾ കടം കൊടുത്താൽ. അതിനും തന്നെ ഒരു കൊല്ലം കഴിയുമ്പോൾ സക്കാത്ത് കൊടുക്കണം. ഇത് പണത്തിൻ്റെ സക്കാത്ത്. ഇത് പല പ്രാവശ്യം നമ്മൾ ഉണർത്തിയതാണ്. നാട്ടിൽ നടക്കുന്ന 3-4 കൊല്ലങ്ങൾ നീണ്ടു നിൽക്കുന്ന വലിയ കുറികൾക്കൊക്കെ അറിയാതെ അബദ്ധത്തിൽ ഒരുപാട് സക്കാത്ത് വുജൂബാവുകയും കൊടുക്കാൻ അറിയാതെ നമ്മൾ തെറ്റിൽ കുടുങ്ങുകയും ചെയ്യുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഭയത്തിൻ്റെ കുറിയൊക്കെ ഉണ്ട്. 30,000 റുപ്യ മാസം വെക്കണം. 9 ലക്ഷം ഇനി മുമ്പ്. ഇപ്പോഴും അങ്ങനെ തന്നെ. കിട്ടിയാൽ 9 ലക്ഷം 30,000 വീതം മാസത്തിൽ വെക്കണം. ഒരു മാസം കൊണ്ട് തന്നെ സക്കാത്ത് വുജൂബായില്ലേ? 595 ഗ്രാം വെള്ളി എന്ന് പറയുമ്പോൾ 30,000-ന് കഷ്ടിച്ചേ വരുള്ളൂ. അപ്പോൾ ഒറ്റ നറുക്ക് വെച്ചാൽ തന്നെ എന്തായി? സക്കാത്ത് വുജൂബാണ്ട് നിസാബായി. ഈ സാധുവിന് 3-ാം കൊല്ലത്തിൽ അത് കിട്ടി ഒട്ടിക്കൊള്ളി. കുറിയേ 3-ാം കൊല്ലത്തിലാ കിട്ടിയത്. ആദ്യം തന്നെ കിട്ടിയോ ഭാഗ്യവാനോ രക്ഷപ്പെട്ടു. ഒരു കൊല്ലം തികയണതിന് മുമ്പ് എപ്പോൾ കിട്ടിയവനോ രക്ഷപ്പെട്ടു. ഓൻ കാശവിടെ വെക്കല്ലോ, വേറെ ആവശ്യത്തിന് ഉപയോഗിക്കുകയാണ്. ഉപയോഗിച്ചാൽ പിന്നെ സക്കാത്തിൻ്റെ കഥ കഴിഞ്ഞു. അതേസമയത്ത് ഒരു കൊല്ലം കഴിഞ്ഞാൽ, കൃത്യമായി ഒരു കൊല്ലം കഴിയുമ്പോൾ ആദ്യത്തെ 30,000-ന്റെ സക്കാത്ത് 2.5% നിർബന്ധമായി. അടുത്ത മാസം മറ്റേ 30,000, അടുത്ത മാസം മറ്റേ 30,000, ഇങ്ങനെ വന്ന് പിറ്റത്തെ കൊല്ലാകുമ്പോൾ 60,000-ന് വന്ന്. കാരണം 2 കൊല്ലത്തായില്ലേ? ഈ നിലക്ക് അവസാനം കാലക്കേട് പിടിച്ചോന്, പണ്ട് കഷ്ടക്കാലം പിടിച്ചോ മുടി കളഞ്ഞന്ന് കല്ലുമായ ഇത് കാരണം ആകെ മുടി കളയില്ല.
ഇപ്പം കഷ്ടക്കാലം പിടിച്ചു മുടി അളഞ്ഞ് മുറ്റത്ത് കയറിക്കാൻ അന്നാണ് എന്ത് ചെയ്തത് കല്ലുമായി ഞാൻ മുടിമ തട്ടിയിട്ട് പോകാനും ഉണ്ടാവില്ല എന്നതുപോലെ ഈ ഒടുവിന് കിട്ടണോ കഷ്ടകാലം പിടിച്ചോൻ്റെ തലയിൽ മുടി അളഞ്ഞെന്ന് മഴ ചെയ്തേക്കാം എന്ന് പറഞ്ഞാൽ ഇവനിത് മൂല്യം കുറഞ്ഞ 3 കൊല്ലം കൊണ്ട് എത്ര കറഞ്ഞിട്ടുണ്ടോ മൂല്യം അതിൻ്റെ പുറമെ ഈ 3 കൊല്ലത്തിൻ്റെ ഇടയിലുള്ള ഇത്രയും മുതലിൻ്റെ സക്കാത്ത് അവൻ കൊടുക്കേണ്ടി വരും. ഇങ്ങനെ അപ്പം നമുക്ക് കിട്ടാനുള്ള കാശായി മറ്റൊരാളുടെ കയ്യിൽ ഇരിപ്പുള്ളതിനും സക്കാത്ത് വേണം എന്ന് പറഞ്ഞപ്പോൾ അതിൽ പെട്ടതാണ് ഈ പറയുന്നത്. അപ്പം ചിലപ്പോൾ മാസം തോറും സക്കാത്ത് വുജൂബാവും. നേരത്തെ മുനീർ സാഹിബ് പറഞ്ഞതുപോലെ റമദാൻ ഒരു സക്കാത്തിൻ്റെ മാസമായി ആഘോഷിക്കേണ്ടതല്ല. കൊല്ലം തികയുന്നത് എപ്പോഴാണോ അപ്പോഴാണ് സക്കാത്ത് വുജൂബാവുന്നത് എന്ന് മനസ്സിലാക്കുക. ചെറിയ ചില്ലറ നീക്കുപോക്കുകളൊക്കെ ചെയ്യാൻ വേറെ വിഷയം. വുജൂബാവുന്ന സമയം അതാ. അതിനെപ്പറ്റി ഇനി കൂടുതൽ വിശദീകരിക്കുന്നില്ല. അത് അത്ര അപകടകരവുമല്ല. വേഗം കിട്ടിയാൽ കിട്ടുന്ന ഈ ഉദ്യോഗസ്ഥന്മാരുടെയൊക്കെ പ്രോവിഡന്റ് ഫണ്ട്, മറ്റ് നീക്കിയിരിപ്പുകൾ, ഇതിനൊക്കെ ഇത് ബാധിക്കും. സക്കാത്തിൻ്റെ വിഹിതമാവുന്ന 595 ഗ്രാം വെള്ളിക്ക് തുല്യമായ സംഖ്യ തൻ്റെ ഹുക്കൂക്കായി സ്ഥിരപ്പെട്ട് കഴിഞ്ഞ് ഇനി അത് അവിടുന്ന് കൊല്ലം തയ്ക്കുമ്പോൾ അതിന് സക്കാത്ത് ഉജൂബാവും. പിന്നെ അതിന് കൂടിക്കൊണ്ടിരിക്കുന്നതിനൊക്കെ മാസം തോറും സക്കാത്ത് ഉജൂബായിക്കൊണ്ടുവരും. ഇങ്ങനെ കിട്ടാനുള്ള പണത്തിനും സക്കാത്ത് ഉജൂബാകും എന്ന് ചുരുക്കം. മറ്റൊന്ന് കച്ചവടക്കാർ ഇപ്പോഴും കൂടുതൽ തെറ്റ് വരുത്തുന്നത് അവരാണ്. അത് നാട്ടിലും എവിടെയുമൊക്കെ ധാരാളം അബദ്ധങ്ങൾ വരുത്തുന്നുണ്ട്, അറിഞ്ഞുകൊണ്ടല്ല അറിയാതെ. എങ്ങനെ കച്ചവടം തുടങ്ങിയത് നേരത്തെ സ്റ്റോക്ക് കൈവശം ഉടമയിലുള്ള പണം കൊണ്ടാണ്. സക്കാത്ത് നിർബന്ധമാകാൻ ആവശ്യമായ 595 ഗ്രാം വെള്ളിക്ക് തുല്യമായതോ അതിൽ കൂടുതലുള്ളതോ സംഖ്യ നേരത്തെ നമ്മുടെ ഉടമയിലുള്ള കാശ് കൊണ്ടാണ് കച്ചവടം തുടങ്ങിയതെങ്കിൽ ഈ സംഖ്യ എപ്പോഴാണോ നമ്മുടെ ഉടമയിൽ വന്ന് അന്ന് മുതൽ കൊല്ലം കണക്ക് കൂട്ടണം. കച്ചവടം തുടങ്ങിയോടെ മുതൽ കൂട്ടിയാൽ പോരാ. ഉദാഹരണം, നമ്മൾ ഒരു 10 ചാക്ക് കുരുമുളക് ഉണ്ടായിരുന്നു നോട്ടിക്കോളി. അതല്ലെങ്കിൽ റബ്ബർക്ക് വേണ്ട, അതുകൊണ്ട് റബ്ബർ പറഞ്ഞ ആൾക്ക് കയറിയപ്പോൾ തെങ്ങ് മുറിച്ചാണ്ട് വെച്ചോലെ റബ്ബർ. ഇപ്പോൾ ഓലിപ്പോൾ ആ തെങ്ങിൻ്റെ മരം ഉണ്ടെങ്കിൽ ഒന്നും ഇല്ലെങ്കിൽ പേർക്ക് കൗക്കോല എന്തെങ്കിലും ഉണ്ടാക്കിയ ഇനിയെന്ന് ചിന്തിക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? ഏതായാലും ആട്ടെ, ഇപ്പോൾ പറഞ്ഞു പോകുന്നതെന്തേ, കുരുമുളക് വിറ്റു, അല്ലെങ്കിൽ തേങ്ങ വിറ്റു, അതല്ലെങ്കിൽ ചുക്ക് വിറ്റു, എന്തോ സാധനം നമ്മൾ കൃഷി ചെയ്തുണ്ടാക്കിയ ഈ വിറ്റ കാശ് ഒരു 6 മാസം നമ്മുടെ കൈ. എന്തിനാണ്? ഒരു നല്ല സ്ഥലം കണ്ടുപിടിച്ച് ഒരു കച്ചവടം തുടങ്ങണം എന്നുള്ള നിലക്കാണ്. അങ്ങനെ ഇതൊക്കെ പാടെ ഒത്ത് കാര്യമൊക്കെ നടന്നു, ലൈസൻസൊക്കെ കിട്ടി, കാര്യങ്ങളൊക്കെ ചട്ടവട്ടങ്ങളൊക്കെ കഴിഞ്ഞ് 8ാമത്തെ മാസത്തിലാണ് കച്ചവടം തുടങ്ങിയത്. ഇപ്പം നല്ല ദീനിയ. 8 മാസം കഴിഞ്ഞ് കച്ചവടം തുടങ്ങി. ഇനിയിപ്പോൾ 4 മാസം കൂടി കഴിയുമ്പോൾ സക്കാത്ത് ഫർളായി. ഇപ്പം കണക്കൂട്ടണം എന്താണ്? കച്ചവടം തുടങ്ങിയിട്ട് 4 മാസമല്ലേ ആയിട്ടുള്ളൂ. അതുപോരാ, നേരത്തെ വിറ്റ കുരുമുളക് 2 ലക്ഷത്തിൻ്റെതുണ്ട്, അല്ലെങ്കിൽ 5 ലക്ഷത്തിൻ്റെതുണ്ട്. ഈ 5 ലക്ഷം നിന്റെ കയ്യിൽ വന്ന ഡേറ്റ് വെച്ചിട്ട് കുരുമുളകിൻ്റെ ഡേറ്റ് കൂട്ടണ്ട. കുരുമുളക് സക്കാത്തില്ലാത്ത വസ്തുവാണ്. കുരുമുളക് വെറ്റ് അതല്ലെങ്കിൽ കൊപ്പരക്ക് സക്കാത്തില്ല, പക്ഷെ കൊപ്പര വിറ്റ കാശിന് സക്കാത്തുണ്ട്. ആ വിറ്റ കാശ് എന്നാണോ നിന്റെ കയ്യിൽ വിറ്റത് അന്ന് മുതൽക്ക് കൊല്ലം കണക്ക് കൂട്ടിയിട്ട് 6 മാസം കഴിഞ്ഞതിന് ശേഷം ആ കച്ചവടം തുടങ്ങിയതെങ്കിൽ അടുത്ത 6 മാസം കഴിഞ്ഞ് ഒരു കൊല്ലം പൂർത്തിയാകുന്ന അന്ന് സക്കാത്തിനാണ് കൂട്ടണം. ശരിയല്ലേ? അങ്ങനെയൊന്നുമില്ല. തൽക്കാലം ഒപ്പിച്ചുണ്ടാക്കിയ കാശ, തിരിമറിയാക്കിയിട്ടും അങ്ങനെ ഇങ്ങനെയൊക്കെ അവിടെ ഒപ്പിച്ചുണ്ടാക്കിയ കാശ. എന്നാൽ പിന്നെ ആ കച്ചവടം തുടങ്ങിയ അന്ന് മുതൽ കൊല്ലം തികയുന്ന ഡേറ്റ് കൂട്ടണം. ഇവിടെ നിങ്ങളൊരു അടിവരട്ടുള്ളൂ എല്ലാ കച്ചവടക്കാരും. കൊല്ലം തികയുന്ന അന്നത്തെ ഡേറ്റ് നിർബന്ധമാണ്. അതിൻ്റെ തലേ ദിവസം നോക്കാൻ ഇട്ട് കാര്യമില്ല, പിറ്റേ ദിവസവും നോക്കിയിട്ട് കാര്യമില്ല. ആ ഡേറ്റ് നിർബന്ധമാണ്. ഇല്ലെങ്കിൽ അള്ളാൻ്റെ അടുക്കൽ നിങ്ങളെല്ലാ കച്ചവടക്കാരും കുറ്റക്കാരാവും. അന്നത്തെ ഡേറ്റ്. ഇപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മളൊരു സജീവ പ്രവർത്തകൻ, എപ്പോഴും നമ്മളുമായിട്ട് ബന്ധപ്പെടുന്ന ഒരാൾ പറഞ്ഞ് ഇങ്ങനെ ഒരു കച്ചവടത്ത് കൂടിയിനി ഇങ്ങനെ 5 കൊല്ലമായി ഇപ്പോൾ സംഗതി ഇതുവരെ കൂട്ടി കണക്കാത്തൊന്നും കൊടുത്തിട്ടില്ല, ഇപ്പോൾ ഇത്ര ഉറുപ്പ്യൻ്റെ ഉണ്ട്, അപ്പം ഈ 5 കൊല്ലത്തിൻ്റെ സക്കാത്ത് എങ്ങനെ കൊടുക്കുക? എന്താ അപ്പം ഞാൻ പറഞ്ഞു കൊടുക്കുക? ഓരോ കൊല്ലം തികയുന്ന അന്ന് മൂല്യം കണക്കാക്കി വില കെട്ടണം. സാധാരണ നമ്മൾ പീഡിയ കച്ചവടത്തിൻ്റെ സാധനങ്ങളൊക്കെ ആണെങ്കിൽ എളുപ്പമുണ്ട്. ഇന്നത്തെ മാർക്കറ്റ് വില എത്രയെന്നൊന്ന് വിളിച്ചു ചോദിച്ചാൽ മതി, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ നോക്കിയാൽ മതി. വാങ്ങിയ അന്നത്തെ വില എല്ലാം ഒട്ട് കേട്ടോ. കൊല്ലം തികയാണ് അന്നത്തെ മാർക്കറ്റ് വില. നിങ്ങൾ വാങ്ങാൻ ഇന്ന് എന്ത് വില ഉണ്ട്?
3 മാസം മുമ്പ് വാങ്ങിയുണ്ടാവും, 6 മാസം മുമ്പ് വാങ്ങിയുണ്ടാവും, 8 മാസം മുമ്പ് വാങ്ങിയുണ്ടാവും, 15 ദിവസം മുമ്പ് വാങ്ങിയുണ്ടാവും, ഇന്നലെ വാങ്ങിയുണ്ടാവും, ഒക്കെ ഉണ്ടാവും. ഇന്ന് അതിനെന്താ വില എന്നാ നോട്ടം. ഹോൾസെയിൽ മാർക്കറ്റിൽ ഇന്ന് എന്താ വില? ഈ വില കണക്കൂട്ടി അത് എളുപ്പമുണ്ട്, നമുക്ക് തന്നെ മതി, വേറൊരാളും ഒരു സഹായം വേണ്ട. ഈ കച്ചവടക്കാരൻ തന്നെ ചെയ്യാൻ പറ്റും. 1/2 മണിക്കൂർ ഇരുന്നാൽ കമ്പ്യൂട്ടറൊക്കെ സൗകര്യമുള്ളവർക്ക് 1/2 മണിക്കൂർ കൊണ്ട് കണക്കൂട്ടാൻ കഴിയും.